Chapter 13 Limits and Derivatives. Algebraic limit, exponential limit and logarithmic limit. Algebraic limit. Limit x tends to a x raised to n minus a raised to n divided by x minus a is equal to n into a raised to n minus 1. Algebraic ലിമിറ്റിൻ്റെ സ്ട്രക്ചർ നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ബൈ എക്സ് മൈനസ് എ. എക്സ് ടെൻസ് ടു എ ആണെങ്കിൽ ഡിനോമിനേറ്റർ എക്സ് മൈനസ് എ ആയിരിക്കും. ന്യൂമറേറ്റർ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു ദ സെയിം പവർ എൻ ആയിരിക്കും. ഇത് നമ്മൾ ഡയറക്റ്റ് മെത്തേഡിൽ ചെയ്താൽ ആൻസർ എന്താ കിട്ടുന്നത് നോക്കാം. എക്സിന് എ എന്ന് കൊടുക്കാം. എ റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ബൈ എ മൈനസ് എ ദാറ്റ് ഈസ് ഈക്വൽ ടു 0/0 ഇൻ ഡിറ്റർമിനേറ്റ് ഫോം. അതായത് ഓൾജിബ്രായിക് ലിമിറ്റിൻ്റെ സ്ട്രക്ചറിലുള്ള ഒരു എക്സ്പ്രഷൻ ഡയറക്റ്റ് മെത്തേഡിൽ ചെയ്താൽ എപ്പോഴും 0/0 ആയിരിക്കും കിട്ടുക. ഇതിന് ഡയറക്റ്റ് ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഡയറക്റ്റ് മെത്തേഡ് എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ല ചെയ്യുന്നത്. ഇതിന് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ഫോർമുലയാണ് n ഇൻറ്റു എ റേസ് ടു n മൈനസ് 1. That is limit x tends to a x raised to n minus a raised to n by x minus a is equal to n into a raised to n minus 1. Exponential limit. Limit x tends to 0 e raised to x minus 1 divided by x is equal to 1. എക്സ്പൊണൻഷ്യൽ ലിമിറ്റിൻ്റെ സ്ട്രക്ചർ ശ്രദ്ധിക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ലിമിറ്റ് എപ്പോഴും ടെൻസ് ടു 0 ആയിരിക്കണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ആണെങ്കിൽ ഇ റേസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ് എന്ന് തന്നെ വരണം. ഇത് നമ്മൾ ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇ റേസ് ടു 0 മൈനസ് 1 ബൈ 0 ഇ റേസ് ടു 0 ഈസ് 1 മൈനസ് 1 ബൈ 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 0/0 ഇൻഡിറ്റർമിനേറ്റ് ഫോം ആകും. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് മെത്തേഡ് ഫെയിൽ ആയിരിക്കുകയാണ്. ദെർഫോർ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റേസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സിന് ഒരു വാല്യൂ ഉണ്ട് 1. ലോഗരിതമിക് ലിമിറ്റ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ലോഗ് 1 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഈസ് ഈക്വൽ ടു 1. ലോഗരിതമിക് ലിമിറ്റിൻ്റെ സ്ട്രക്ചർ ശ്രദ്ധിക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ലോഗ് 1 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ്. ലിമിറ്റ് ടെൻസ് ടു 0 ആയിരിക്കണം. 1 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് എന്ന ഫോമിൽ വരികയും വേണം. ഇതും ഡയറക്റ്റ് ചെയ്താൽ 0/0 അല്ലെങ്കിൽ ഇൻഡിറ്റർമിനേറ്റ് ഫോം ആയിരിക്കും. വാല്യൂ ഓഫ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ലോഗ് 1 പ്ലസ് എക്സ് ഡിവൈഡ് ബൈ എക്സ് ഈസ് 1. Evaluate limit x tends to 2 x raised to 5 minus 32 divided by x minus 2. Limit x tends to 2 x raised to 5 minus 32 divided by x minus 2. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ അറിയാം ഇത് ഓൾജിബ്രായിക് ലിമിറ്റിൻ്റെ സ്ട്രക്ചറാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് റേസ് ടു 5 മൈനസ് 32 is 2 raised to 5 divided by x minus 2. ഇത് ഡയറക്റ്റ് മെത്തേഡിൽ ചെയ്താൽ ഉറപ്പായിട്ടും 0/0 ആയിരിക്കും ഇതിൻ്റെ ആൻസർ. ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് റേസ് ടു 5 മൈനസ് 2 raised to 5 divided by x minus 2. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് റേസ് ടു 5 മൈനസ് 2 raised to 5 divided by x minus 2. ഓൾജിബ്രായിക് ലിമിറ്റ് ഇതാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ബൈ എക്സ് മൈനസ് എ. എക്സ് ടെൻസ് ടു എ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു ദ സെയിം പവർ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ ആൻഡ് ദ വാല്യൂ ഓഫ് ദിസ് ലിമിറ്റ് ഈസ് എൻ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് 1. ഇത് അതേ സ്ട്രക്ചർ തന്നെയാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് റേസ് ടു 5 മൈനസ് 2 raised to 5 ബൈ എക്സ് മൈനസ് 2. എന്നിൻ്റെ സ്ഥാനത്ത് 5ഉം എയുടെ സ്ഥാനത്ത് 2ഉമാണ്. ദെർഫോർ ദ ആൻസർ ഈസ് 5 ഇൻറ്റു 2 raised to 5 minus 1 that is 2 raised to 4 that is equal to 5 into 16
that is equal to 80. Find limit x tends to 1 x raised to 15 minus 1 divided by x raised to 10 minus 1. Limit x tends to 1 x raised to 15 minus 1 by x raised to 10 minus 1. This is of the form limit x tends to 1 x raised to 15 minus 1 raised to 15 divided by x raised to 10 minus 1 raised to 10. ഇത് ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ 0/0 ഫോം ആയിരിക്കും. 1നെ 1/15 എന്നെഴുതി ഓൾജിബ്രായിക് ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ്. താഴത്തെ 1നെ 1/10 എന്നെഴുതി 1/n നമ്പർ ഈസ് 1. ഇനി ഇത് ഓൾജിബ്രായിക് ലിമിറ്റിൻ്റെ സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് റേസ് ടു 15 മൈനസ് 1/15 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 എന്ന് ചേർത്തു. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ബൈ എക്സ് മൈനസ് എ എന്ന് വന്നെങ്കിൽ മാത്രമേ ഓൾജിബ്രായിക് ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എക്സ് റേസ് ടു 10 മൈനസ് 1/10 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ബൈ എക്സ് മൈനസ് എ എന്ന സ്ട്രക്ചർ കംപ്ലീറ്റ് ആണെങ്കിൽ മാത്രമേ ഓൾജിബ്രായിക് ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ആക്ച്വലി നമ്മൾ പുതുതായിട്ട് ചേർത്ത എക്സ് മൈനസ് 1 ഒരേ പൊസിഷനിലാണ്, രണ്ടിൻ്റെ ഡിനോമിനേറ്ററിലാണ് ചെയ്തിരിക്കുന്നത്. ക്യാൻസൽ ചെയ്തു പോയാൽ പഴയ എക്സ്പ്രഷൻ തന്നെ കിട്ടും. ആക്ച്വലി നമ്മൾ പഴയ എക്സ്പ്രഷൻ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. എക്സ് മൈനസ് 1 ക്യാൻസലായി പോകുമ്പോൾ പഴയത് തന്നെ കിട്ടുകയും ചെയ്യും. നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു value of this limit x tends to 1 x raised to 15 minus 1/15 by x minus 1. 15 into 1 raised to 14 n a raised to n minus 1. താഴെ അതേ ഫോർമുല തന്നെ 10 into 1 raised to 9. Therefore 15 by 10, that is the answer is 3 divided by 2. ശ്രദ്ധിക്കുക, ഓൾജിബ്രായിക് ലിമിറ്റിൻ്റെ സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എക്സ് മൈനസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് മൈനസ് 1 ബൈ എക്സ്. ഡയറക്റ്റ് ലിമിറ്റ് ചെയ്ത് നോക്കാം. ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 പ്ലസ് 0 minus 1 divided by 0. Root of 1 is 1 minus 1 by 0, 0 by 0, that is indeterminate form. ഇതിനെ ഓൾജിബ്രായിക് ലിമിറ്റിൻ്റെ സ്ട്രക്ചറിലേക്ക് മാറ്റാനായിട്ട് പുതിയൊരു വേരിയബിൾ കൊടുക്കാം. പുട്ട് 1 പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു വൈ. 1 പ്ലസ് എക്സിന് വൈ എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു വൈ മൈനസ് 1 കിട്ടും. ഇഫ് 1 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു വൈ, എക്സ് ഇസ് ഈക്വൽ ടു വൈ മൈനസ് 1. ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ആണ്. അത് പുതിയ വേരിയബിളിലേക്ക് ചേഞ്ച് ചെയ്യണം. പുതിയ വേരിയബിളിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കണം. ആസ് എക്സ് ടെൻസ് ടു 0 y ടെൻസ് ടു വാട്ട്? എക്സ് 0 അടുക്കുമ്പോൾ y ഏതിനോടടുക്കും? പുതിയ ലിമിറ്റ് എന്താണ്? അതിനു വേണ്ടി സബ്സ്റ്റിറ്റ്യൂഷനിൽ 1 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്ന് കൊടുത്തിരിക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷനിൽ എക്സിന് 0 എന്ന് കൊടുത്താൽ മതി. 1 പ്ലസ് 0 y ഇസ് ഈക്വൽ ടു 1 പ്ലസ് എക്സ്. എക്സ് 0 ആകുമ്പോൾ y 1 പ്ലസ് 0 ആകും. Therefore y ടെൻസ് ടു 1. Therefore limit x tends to 0 root of 1 plus x minus 1 by x is equal to limit, the new limit is y tends to 1. x tends to 0ക്ക് പകരം y tends to 1 എഴുതി. root of 1 plus x is y minus 1 divided by y minus 1. x is y minus 1. This is equal to limit y tends to 1 root y is y raised to 1 by 2 minus 1നെ 1 raised to 1 by 2 എന്ന് എഴുതാം. 1ൻ്റെ ഏത് പവറും 1 തന്നെയാണ്. y minus 1.
ഇപ്പോൾ ഇത് ഓൾജിബ്രായിക് ലിമിറ്റിൻ്റെ സ്ട്രക്ചറായി. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ ബൈ എക്സ് മൈനസ് എ. ലിമിറ്റ് വൈ ടെൻസ് ടു 1 വൈ റൈസ് ടു 1/2 മൈനസ് 1 റൈസ് ടു 1/2 ഡിവൈഡ് ബൈ വൈ മൈനസ് 1. ആൻസർ ഈസ് എൻ റൈസ് ടു എൻ മൈനസ് 1. എന്നിൻ്റെ പ്ലേസിൽ 1/2 ആണ്. 1/2 ഇൻറ്റു എയുടെ പ്ലേസിൽ 1 റൈസ് ടു 1/2 മൈനസ് 1. 1 raised to n number is 1. Therefore, the answer is 1/2. ഇത് ഡയറക്റ്റ് ചെയ്യുമ്പോൾ 0/0 ആണ് കിട്ടുന്നത്. ഓൾജിബ്രായിക് ലിമിറ്റിൻ്റെ സ്ട്രക്ചർ കിട്ടാൻ വേണ്ടി പുതിയൊരു വേരിയബിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 1 + x = y. എല്ലാ ടേംസും ലിമിറ്റ് ഉൾപ്പെടെ പുതിയ വേരിയബിളിലേക്ക് മാറ്റിയപ്പോൾ ഓൾജിബ്രായിക് സ്ട്രക്ചറായി. ഇനിയും ഇത് വൺ വേർഡായിട്ട് ചോദിക്കുവാണെങ്കിൽ, ഈ സ്ട്രക്ചർ വൺ വേർഡായിട്ട് ചോദിക്കുവാണെങ്കിൽ ഈ 1 + x പവർ ആയിരിക്കും എപ്പോഴും ആൻസറായിട്ട് വരുന്നത്. ഫോർ എക്സാമ്പിൾ, ലിമിറ്റ് x ടെൻസ് ടു 0 √1 + x the whole raised to n - 1/x ആണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് n എന്ന ആൻസർ എഴുതാം. വൺ വേർഡ് ചോദിച്ചാൽ ലിമിറ്റ് x ടെൻസ് ടു 0 1 + x the whole raised to 9 - 1/x ആണെങ്കിൽ ഡയറക്റ്റ് 9 എന്ന ആൻസർ എഴുതാം. വൺ വേർഡായിട്ടും ചോദിക്കാറുണ്ട്. ഇവാലുവേറ്റ് ലിമിറ്റ് x ടെൻസ് ടു 0 e raised to 4x - 1 ഡിവൈഡഡ് ബൈ x. ഇത് ഓൾമോസ്റ്റ് എക്സ്പോണൻഷ്യൽ ലിമിറ്റിൻ്റെ സ്ട്രക്ചർ തന്നെയാണ്. ഇത് ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ 0/0 കിട്ടും. ഇവിടെ ലിമിറ്റ് ടെൻസ് ടു 0 തന്നെയാണ്. ബട്ട് e raised to 4x എന്ന് വന്നാൽ e raised to 4x - 1/4x തന്നെ ഡിനോമിനേറ്ററിൽ വന്നാലേ എക്സ്പോണൻഷ്യൽ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. x ടെൻസ് ടു 0 ആണെങ്കിൽ ഉറപ്പായിട്ടും 4x ടെൻസ് ടു 0 തന്നെ ആയിരിക്കും. എക്സ് 0 അടുക്കുമ്പോൾ 4xും 0 അടുക്കും. ഇവിടെ ഒരു പ്രശ്നമുള്ളത് e raised to പവറായിട്ട് വരുന്ന 4x തന്നെ ഡിനോമിനേറ്ററിലും വരണം. എന്നാലേ എക്സ്പോണൻഷ്യൽ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. Therefore, this is equal to limit x tends to 0 e raised to 4x - 1 ഡിവൈഡഡ് ബൈ 4x എന്ന് ഞാൻ എഴുതി. കാരണം ഡിനോമിനേറ്ററിൽ 4x e raised to 4x വന്നാൽ ഡിനോമിനേറ്ററിലും ആ 4x തന്നെ വന്നാലേ എക്സ്പോണൻഷ്യൽ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് നോക്കാം. e raised to 4x - 1 ഓൾറെഡി ക്വസ്റ്റ്യനിലുണ്ടായിരുന്നു, എക്സും ക്വസ്റ്റ്യനിലുണ്ടായിരുന്നു. അഡീഷണലായിട്ട് ചേർത്തത് 4 ആണ്. അഡീഷണലായിട്ട് ചേർത്ത ഈ 4ന് കോമ്പൻസേറ്റ് ചെയ്യണം. കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ ജസ്റ്റ് മേളിൽ ഇൻറ്റു ചെയ്താൽ മതി. ഇവിടെ ഈ വരയുടെ താഴെയാണ് 4. അതിൻ്റെ ജസ്റ്റ് മേളിൽ ഇൻറ്റു ചെയ്യുവാണെങ്കിൽ 4ഉം 4ഉം ക്യാൻസലായി പഴയ എക്സ്പ്രഷൻ തന്നെ കിട്ടും. ഇനി ഒന്നും കൂടെ പറയാം. e raised to 4x - 1/4x എന്ന് ഒന്നിച്ച് വന്നാൽ മാത്രമേ എക്സ്പോണൻഷ്യൽ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എക്സ്പോണൻഷ്യൽ ലിമിറ്റിൻ്റെ സ്ട്രക്ചർ ആക്കാൻ വേണ്ടി e raised to 4x - 1/4x എന്ന് എഴുതി. അഡീഷണലായിട്ട് എഴുതിയ 4നെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് മേളിൽ അത് ഇൻറ്റു ചെയ്തു. ഇനിയും e raised to 4x - 1/4x ആസ് x ടെൻസ് ടു 0 ഒന്നിച്ചെടുക്കണം. അത് എക്സ്പോണൻഷ്യൽ ലിമിറ്റിൻ്റെ സ്ട്രക്ചറാണ്. അതിൻ്റെ വാല്യൂ 1 ആണ്. Therefore, this is equal to 1 into 4. The answer is 4. Evaluate limit x tends to 5 e raised to x minus e raised to 5 divided by x minus 5. ഇത് ഡയറക്റ്റ് ചെയ്യുമ്പോൾ 0/0 ആയിരിക്കും വരിക. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ലിമിറ്റിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യണം. നമുക്കിതിനെ എക്സ്പോണൻഷ്യൽ ലിമിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. എക്സ്പോണൻഷ്യൽ ലിമിറ്റിൻ്റെ ലിമിറ്റ് എപ്പോഴും ടെൻസ് ടു 0 ആയിരിക്കണം. ലിമിറ്റ് x ടെൻസ് ടു 0 അതാണ് എക്സ്പോണൻഷ്യൽ ലിമിറ്റിൻ്റെ സ്ട്രക്ചർ. ഇവിടെ x ടെൻസ് ടു 5 ആണ്. ലിമിറ്റ് ടെൻസ് ടു 0 ആക്കാനായിട്ട് പുതിയ ഒരു വേരിയബിൾ നമുക്ക് ഡിഫൈൻ ചെയ്യാം. പുതിയ വേരിയബിൾ എപ്പോഴും ഡിഫൈൻ ചെയ്യേണ്ടത് 5 - x. y is equal to 5 - x. ലിമിറ്റ് ടെൻസ് ടു 0 ആക്കാൻ വേണ്ടി പുതിയ വേരിയബിൾ ഡിഫൈൻ ചെയ്യാനുള്ള ഏറ്റവും എളുപ്പ വഴി y is equal to 5 - x എന്നതാണ്. ഇനി കഴിഞ്ഞൊരു പ്രോബ്ലത്തിൽ ചെയ്ത പോലെ എല്ലാ വേരിയബിൾസും y-ലോട്ട് മാറ്റണം, ലിമിറ്റ് ഉൾപ്പെടെ. ഇതിൽ നിന്ന് x 5 - y എന്ന് കിട്ടും. y 5 - x ആണെങ്കിൽ x ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ 5 - y നാക്കും. ഇനിയും പുതിയ ലിമിറ്റ് ആസ് x ടെൻസ് ടു 5 വാട്ട് അബൌട്ട് y.
എക്സ് 5നോട് അടുക്കുമ്പോൾ y എന്താകും? y ടെൻസ് ടു, ഈ സബ്സ്റ്റിറ്റ്യൂഷനിൽ എക്സിന് 5 എന്ന് കൊടുത്താൽ മതി. 5 മൈനസ് 5, ദാറ്റ് ഈസ് y ടെൻസ് ടു 0. ലിമിറ്റ് ടെൻസ് ടു 0 ആക്കാൻ വേണ്ടിയാണ് നമ്മൾ പുതിയ വേരിയബിൾ കൊടുത്തത്. ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 e raised to x minus e raised to 5 divided by x minus 5 is limit y tends to 0 e raised to 5 minus y minus e raised to 5 divided by 5 minus y minus 5. ശ്രദ്ധിക്കുക, എക്സ് ടെൻസ് ടു 5ന് പകരം പുതിയ ലിമിറ്റ് y ടെൻസ് ടു 0 എന്ന് കൊടുക്കും. കൂടാതെ എക്സ് ഉള്ളിടത്തെല്ലാം എക്സിൻ്റെ വാല്യൂ ആയ 5 മൈനസ് y കൊടുത്തു. ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് y ടെൻസ് ടു 0 e raised to 5 minus y is e raised to 5 into e raised to minus y മൈനസ് ഇ റേസ് ടു 5 ഡിവൈഡഡ് ബൈ 5ഉം 5ഉം കട്ടാകും, മൈനസ് y ആകും. ഇ റേസ് ടു 5 ഇൻറ്റു ഇ റേസ് ടു മൈനസ് y ഈസ് ഇ റേസ് ടു 5 മൈനസ് y. എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഈസ് എ റേസ് ടു എം പ്ലസ് എൻ. 5 പ്ലസ് മൈനസ് y, 5 മൈനസ് y. This is equal to limit y tends to 0, e raised to 5 is common, e raised to minus y minus 1 by minus y. e raised to 5 കോമൺ എടുക്കുമ്പോൾ ഇവിടെ e raised to minus y വരും, ഇവിടെ e raised to 5 എടുത്താൽ 1 വരും, by minus y. ഇപ്പോൾ ഈ എക്സ്പ്രഷൻ എക്സ്പൊണൻഷ്യൽ ലിമിറ്റിൻ്റെ സ്ട്രക്ചറായി y 0യോട് അടുക്കുമ്പോൾ മൈനസ് y ഓൾസോ ടെൻസ് ടു 0 നമുക്കറിയാം. ഇ റേസ് ടു മൈനസ് വൈ മൈനസ് 1 ബൈ മൈനസ് വൈ, ഈയുടെ പവർ ഏത് വരുന്നോ അത് തന്നെ ഡിനോമിനേറ്ററിലും വരണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റേസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ് എന്ന സ്ട്രക്ചർ തന്നെയായി. ഇതൊന്നിച്ച് നമുക്ക് എക്സ്പൊണൻഷ്യൽ ലിമിറ്റായിട്ട് എഴുതാം. ഇ റേസ് ടു മൈനസ് വൈ മൈനസ് 1 ബൈ മൈനസ് വൈ ആസ് വൈ ടെൻസ് ടു 0 ഈസ് 1. Therefore the answer is e raised to 5 into 1, that is e raised to 5. ഒരു പ്രാവശ്യം കൂടെ പറയാം. ഇത് ഡയറക്റ്റ് ചെയ്യുമ്പോൾ 0/0 ആണ്. അപ്പോൾ നമുക്കിതിനെ എക്സ്പൊണൻഷ്യൽ ലിമിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 ആയത് കാരണം പുതിയ ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നു. ആ വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നത് y ഈസ് ഈക്വൽ ടു 5 മൈനസ് എക്സ്. ഈ എക്സ്പ്രഷനിലെ എല്ലാ എക്സും വൈയിലോട്ട് മാറ്റുന്നു, ലിമിറ്റ് ഉൾപ്പെടെ. അതിനുശേഷം ഇ റേസ് ടു 5 കോമൺ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് എക്സ്പൊണൻഷ്യൽ ലിമിറ്റിൻ്റെ സ്ട്രക്ചർ കിട്ടുന്നു. അതിൻ്റെ വാല്യൂ 1 എന്ന് കൊടുക്കാം. ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ലോഗ് 1 പ്ലസ് 2x ഡിവൈഡഡ് ബൈ എക്സ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ലോഗ് 1 പ്ലസ് 2x ഡിവൈഡഡ് ബൈ എക്സ്. ഇത് ഡയറക്റ്റ് ചെയ്താലും 0/0 വരുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തു നോക്കാം. ഇതിനെ നമുക്ക് ലോഗരിതമിക് ലിമിറ്റിൻ്റെ സ്ട്രക്ചറിലോട്ട് മാറ്റാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, അവിടെ കുഴപ്പമില്ല, ലോഗ് 1 പ്ലസ് 2x ഡിവൈഡഡ് ബൈ 2x എന്ന് വരണം. അതായത് ലോഗ് 1 പ്ലസ് കഴിഞ്ഞിട്ടുള്ള ആ എക്സ്പ്രഷൻ തന്നെയാണ് ഡിനോമിനേറ്ററിലും വരേണ്ടത്. നമ്മൾ നേരത്തെ ഒരു പ്രോബ്ലത്തിൽ ചെയ്തതുപോലെ അഡീഷണൽ എഴുതി കോമ്പൻസേറ്റ് ചെയ്താൽ മതി. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ലോഗ് 1 പ്ലസ് 2x ഡിവൈഡഡ് ബൈ 2x എന്ന് എഴുതുന്നു. കാരണം ലോഗ് 1 പ്ലസ് 2x ഡിവൈഡഡ് ബൈ 2x എന്ന് വന്നാലേ ലോഗരിതമിക് ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. 1 പ്ലസ് കഴിഞ്ഞിട്ട് ഏത് ടേം വരുന്നോ അത് തന്നെ ഡിനോമിനേറ്ററിലും വരണം. അതിനകത്തെ വേരിയബിൾ ടെൻസ് ടു 0 ആയിരിക്കണം. ഇനി നമുക്ക് നോക്കാം. ലോഗ് 1 പ്ലസ് 2x ഡിവൈഡ് ബൈ എക്സ് ഈ ക്വസ്റ്റ്യനിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. 2 മാത്രമാണ് അഡീഷണൽ. അതിൻ്റെ ജസ്റ്റ് മേളിൽ ഇൻറ്റു ചെയ്ത് അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നു. അഡീഷണലായിട്ട് കൊടുത്ത 2വിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നു. ഈ ലിമിറ്റിൻ്റെ വാല്യൂ ആസ് എക്സ് ടെൻസ് ടു 0 1 ആണ്. അത് ലോഗരിതമിക് ലിമിറ്റിൻ്റെ സ്ട്രക്ചറാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ലോഗ് 1 പ്ലസ് 2x ഡിവൈഡഡ് ബൈ 2x ഈസ് 1. Therefore 1 into 2. The answer is 2. Evaluate limit x tends to 0 x into e raised to x minus 1 whole divided by 1 minus cos x. Limit x tends to 0
എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് മൈനസ് 1 ബൈ 1 മൈനസ് കോസ് എക്സ്. നമുക്ക് ഡയറക്റ്റ് മെത്തേഡിലൊന്ന് ചെയ്ത് നോക്കാം. എക്സിന് 0 എന്ന് കൊടുക്കുമ്പോൾ 0 ഇൻറ്റു ഇ റേസ് ടു 0 മൈനസ് 1 ബൈ 1 മൈനസ് കോസ് 0. ന്യൂമറേറ്റർ 0 ഇൻറ്റു ഇ റേസ് ടു 0 മൈനസ് 1 is 0. 1 minus cos 0 is 1. Therefore 1 minus 1, that is 0 by 0 indeterminate form. ഇവിടെ ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷനെ നമുക്ക് എക്സ്പൊണൻഷ്യൽ ലിമിറ്റിലേക്കും അതുപോലെ ട്രിഗണോമെട്രിക് ലിമിറ്റിലേക്കും കൺവേർട്ട് ചെയ്യണം. ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 x into e raised to x minus 1 divided by 1 minus cos x നെ സൈനിലോട്ട് മാറ്റാം. We know that 1 minus cos x is 2 sin square x by 2. 1 minus cos x is 2 sin square x by 2. This is equal to limit x tends to 0 x into e raised to x minus 1 divided by x. അങ്ങനെ ഒരു സ്ട്രക്ചർ വന്നാൽ മാത്രമാണ് എക്സ്പോണൻഷ്യൽ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇ റേസ് ടു എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് 1 ബൈ 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2. സൈൻ എക്സ് ബൈ ടുവിൻ്റെ ഡിനോമിനേറ്ററായിട്ട് എക്സ് ബൈ 2 വന്നാലാണ് ട്രിഗണോമെട്രിക് ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ദെർഫോർ സൈൻ സ്ക്വയർ എക്സ് ബൈ ടുവിൻ്റെ അടിയിൽ എക്സ് ബൈ 2 ദ ഹോൾ സ്ക്വയർ വരണം. സൈൻ എക്സ് ബൈ ടുവിൻ്റെ ഡിനോമിനേറ്റർ എക്സ് ബൈ 2 തന്നെ വരണം. അതുകൊണ്ട് സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ആയപ്പോൾ ഒരു സൈൻ എക്സ് ബൈ ടുവിന് ഒരു എക്സ് ബൈ 2, അടുത്ത സൈൻ എക്സ് ബൈ ടുവിന് അടുത്ത എക്സ് ബൈ 2. അതുകൊണ്ട് എക്സ് ബൈ 2 ദ ഹോൾ സ്ക്വയർ വരണം. ഇപ്പോൾ ഇ റേസ് ടു എക്സ് മൈനസ് 1 എന്നുള്ള എക്സ്പ്രഷനെ എക്സ്പൊണൻഷ്യൽ ലിമിറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഡിവൈഡഡ് ബൈ എക്സ് എന്ന് എഴുതി. 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2ന് സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ട്രിഗണോമെട്രിക് ലിമിറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എക്സ് ബൈ 2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതി. ഇനി നമുക്ക് അഡീഷണലായിട്ട് എന്തൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് നോക്കാം. ഈ എക്സ് ഓൾറെഡി ഉള്ളതാണ്. ഇ റേസ് ടു എക്സ് മൈനസ് 1 ക്വസ്റ്റ്യനിൽ ഓൾറെഡി ഉള്ളതാണ്. 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 അതും ക്വസ്റ്റ്യനിലുള്ളതാണ്. അപ്പോൾ ഈ എക്സും ഈ എക്സ് ബൈ 2 ദ ഹോൾ സ്ക്വയറുമാണ് അഡീഷണലായിട്ട് വരുന്നത്. അതിന് കോമ്പൻസേറ്റ് ചെയ്യാം. എക്സ് ഇ റേസ് ടു എക്സ് മൈനസ് 1 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ഓൾറെഡി ഉള്ളതാണ്. അഡീഷണൽ കൊടുത്തിരിക്കുന്നത് ഈ എക്സും എക്സ് ബൈ 2 ദ ഹോൾ സ്ക്വയറുമാണ്. ജസ്റ്റ് മേളിൽ ഇൻറ്റു ചെയ്താൽ കോമ്പൻസേറ്റ് ചെയ്യാം. ഈ എക്സ് ഇവിടെ ഇൻറ്റു ചെയ്ത് കോമ്പൻസേറ്റ് ചെയ്തു. ഇവിടെ എക്സ് ബൈ 2 ദ ഹോൾ സ്ക്വയർ എക്സ് സ്ക്വയർ ബൈ 4 കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ഇൻറ്റു ചെയ്തു. ഓക്കെ, ഇനി നമുക്കിതിനകത്തുനിന്ന് നമ്മുടെ സ്പെഷ്യൽ ലിമിറ്റ്സ് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇ റേസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ് എക്സ്പൊണൻഷ്യൽ ലിമിറ്റാണ്. സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ബൈ എക്സ് ബൈ 2 ദ ഹോൾ സ്ക്വയർ ട്രിഗണോമെട്രിക് ലിമിറ്റാണ്. ദെർഫോർ എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ് ഒന്നിച്ചെടുത്തു. എക്സ് ബൈ 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ബൈ എക്സ് ബൈ 2 ദ ഹോൾ സ്ക്വയർ ഇതൊന്നിച്ചെടുത്തു. പിന്നെ ഉള്ളത് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 ആണ്. എക്സും എക്സും എക്സ് സ്ക്വയറും കൂടെ ക്യാൻസലാകും. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ ക്യാൻസലാകും. ഈ 2ഉം 4ഉം കൂടെ ക്യാൻസലാകുമ്പോൾ 2 എന്ന് വരും. ദെർഫോർ ദിസ് ഈസ് ഈക്വൽ ടു limit x tends to 0 e raised to x minus 1 by x is 1 by limit x tends to 0 sin square x by 2 by x by 2 the whole square is 1 square into 1 by 2, that is 1 by 1 by 2. The answer is 2. ശ്രദ്ധിക്കുക, ഡയറക്റ്റ് ചെയ്തപ്പോൾ 0/0 ആണ് കിട്ടിയത്. അത് കാരണം ഇതിനകത്തുനിന്ന് ഒരു എക്സ്പൊണൻഷ്യൽ ലിമിറ്റും ഒരു ട്രിഗണോമെട്രിക് ലിമിറ്റ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി അഡീഷണലായിട്ട് കൊടുത്തു. അത് കോമ്പൻസേറ്റ് ചെയ്തപ്പോൾ ആൻസർ കിട്ടി. ഓക്കെ.